സുശീല കർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് രാത്രി 9 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ചടങ്ങ്. നേപ്പാൾ പാർലമെന്റും പിരിച്ചുവിട്ടു. ജൻസി പ്രതിഷേധക്കാരുടെ പിന്തുണയോടെയാണ് സുശീല കർക്കി അധികാരമേൽക്കുന്നത്. വിവരങ്ങളുമായി അജി സുധാബിജി ചേരുന്നുണ്ട്. അജി, ജൻസി പ്രതിഷേധം നേപ്പാളിനെ പിടിച്ചു കുലുക്കിയ ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ തന്നെ പിന്തുണയോടെ സുശീല കർക്കി അധികാരമേൽക്കുമ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അനുശ്രീ, ഇപ്പോൾ ജൻസി പ്രക്ഷോഭകാരികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് സുശീല കർക്കി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി ആകാനാണ് സുശീല കർക്കി ഒരുങ്ങുന്നത്. ഇതോടൊപ്പം നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്നൊരു വിശേഷണം കൂടി ഇതോടെ സുശീല കർക്കിക്ക് വന്നു ചേരും. ഇന്ന് രാത്രി 9 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. 8:45 ഈ ചടങ്ങുകൾ തുടങ്ങും. രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു ചെറിയ ക്യാബിനറ്റ് രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. അധികം മന്ത്രിമാരും അധികം പദവികളുമുള്ള ക്യാബിനറ്റ് ആകില്ല. ഇടക്കാല സർക്കാർ ആയതിനാൽ തന്നെ കുറച്ച് മന്ത്രിമാരും കുറച്ച് വകുപ്പുകളും ചേർന്നിട്ടുള്ള ക്യാബിനറ്റ് ആയിരിക്കും രൂപീകരിക്കുക. ഈ ക്യാബിനറ്റിൽ ജൻസി പ്രക്ഷോഭകാരികളിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് ഇവർക്ക് നൽകാനും നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷക പ്രതിനിധിയായിട്ടുള്ള ഓം പ്രകാശ് ആര്യാളും ഒരു മന്ത്രിയാകും എന്നുള്ള സൂചനകളുണ്ട്. ഇദ്ദേഹവും രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കനത്ത സുരക്ഷയോടുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുക. മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യസമിതി അംഗങ്ങളോടും എല്ലാം ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള KP ശർമ്മ ഒലി അദ്ദേഹം രാജിവെച്ച് നാട് വിട്ടതോടുകൂടിയാണ് പുതിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഈ ഒരു സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ നിർദ്ദേശത്തിലേക്ക് വന്നിരുന്നു. ഇതിനു മുൻപ് കാഠ്മണ്ഡു മേയറായിട്ടുള്ള ബാലേൻ ഷായുടെ പേരായിരുന്നു ഏറ്റവും മുൻനിരയിൽ ചർച്ച ചെയ്ത് കേട്ടിരുന്നത്. എന്നാൽ പിന്നീടായിരുന്നു ഇത്തരത്തിൽ നേപ്പാളിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കർക്കിയുടെ പേര് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. ഇവർ ജൻസി പ്രക്ഷോഭകാരികളുമായി ചർച്ച നടത്തുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് 2016 ജൂലൈ മുതൽ 2017 ജൂൺ വരെയാണ് ഇവർ നേപ്പാളിന്റെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. ഈ ഒരു കാലയളവിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല വിധികളും അതുപോലെ തന്നെ നേപ്പാളിലുള്ള ഈ അഴിമതികൾ അതുപോലെ തന്നെ സർക്കാരിനെതിരെ കനത്ത വിമർശനങ്ങളെല്ലാം ഇവർ നടത്തിയിരുന്നു. ഇത് കാരണം സർക്കാരിൻ്റെ ഒരു കണ്ണിലെ കരട് തന്നെയായിരുന്നു ഈ സുശീല കർക്കി എന്ന് പറയുന്നത്. ഇത് കാരണം ഇവരെ ഇംപീച്ച് ചെയ്യാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് വരെ അന്നത്തെ ഗവൺമെന്റ് പോയിരുന്നു. ഇത്തരത്തിൽ ഒരു സർക്കാരിൻ്റെ നേപ്പാളിൽ നിലനിന്നിരുന്ന സർക്കാരിൻ്റെ നിരന്തരമായിട്ടുള്ള വിമർശകരിൽ പ്രധാനിയായിരുന്നു സുശീല കർക്കി എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ രൂപീകരിക്കുന്ന ക്യാബിനറ്റിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജൻസി പ്രക്ഷോഭകാരികളുടെ പല ആവശ്യങ്ങളും ഈ പുതിയ ക്യാബിനറ്റിൽ അംഗീകരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നേപ്പാളിലെ മുൻ സർക്കാരിനെതിരെ നിലനിന്നിരുന്ന പല അഴിമതി ആരോപണങ്ങളും അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക ജുഡീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇനി മുതൽ എല്ലാ തരത്തിലുള്ള അഴിമതികളും നിർത്താൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ആൻറ്റി കറപ്ഷൻ ബോഡി രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതെല്ലാം ജൻസി പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്. ഇതെല്ലാം ഇന്നത്തെ ക്യാബിനറ്റിൽ ചർച്ചയിലെടുക്കും. ഇതിലെല്ലാം തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരം. ആദ്യ ക്യാബിനറ്റ് രൂപീകരിച്ച് ഇന്ന് രാത്രി തന്നെ ആദ്യ യോഗവും ചേരുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം തന്നെയാണ് ഈ സത്യപ്രതിജ്ഞയോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. ശരി, സുശീല കർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഉടൻ ചുമതലയേൽക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.